ഹേ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു സർപ്രൈസ് മിനി ഡിന്നർ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നാളെയാണ് ബ്രദർ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഓനിക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പ്ലാനാക്കിയതാണ്. ചൂടാറിയിട്ടുള്ള ചോക്ലേറ്റും ബട്ടറും ബ്രൗണിയിലേക്ക് ആഡ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ചോക്ലേറ്റും ബട്ടറും മെൽറ്റാക്കി എടുത്ത്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് ടൈം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നല്ല പാങ്ങിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ആക്കിയേനെ. ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ജുനുവും ബ്രദറും പിന്നെ മോനും കൂടി നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കുറച്ചും കൂടെ സാധനം വാങ്ങാനുണ്ടായിന്. അപ്പം അവർ മൂന്നാളും പുറത്ത് പോയിട്ടാണ് ഉണ്ടായത്. ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അവർ വരുമ്പോഴത്തേക്ക് എല്ലാം തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റിങ് കഴിഞ്ഞാടും തന്നെ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിന്. പാസ്ത കുക്കാവുന്ന ടൈമിൽ ഞാൻ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കലാണ്. 1 കപ്പ് മൈദയിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും വെള്ളവും ചേർത്തിട്ട് ചപ്പാത്തി മാവെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചർ വരെ നല്ലോണം കുഴച്ചെടുക്കണം. അങ്ങനെ മോമോസിനുള്ള ഡോവും റെഡിയാക്കി എടുത്തിട്ട് പാസ്ത ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കലാണ്. ഞാൻ സിമ്പിളായിട്ടാണ് പാസ്ത ഉണ്ടാക്കിയെടുക്കൽ. പിന്നെ ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പാസ്തയിൽ ചീസൊന്നും ആഡ് ചെയ്യലില്ല. പാത്രം നല്ലോണം ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു വലിയ പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടറെല്ലാം നല്ലോണം മെൽറ്റായി വന്നാൽ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുക്ക് ചെയ്തെടുത്ത ചിക്കന് ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കനും കൂടി ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് കുക്കിംഗ് ക്രീമാണോ യൂസ് ചെയ്യുന്നത് അതും കൂടി കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ക്രീം ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് ചില്ലി ഫ്ലേക്സും പിന്നെ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പും കുരുമുളകും ഞാൻ ആഡ് ചെയ്യുമ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നു പോയിട്ടുണ്ടായിന്. അതെല്ലാം ഒന്ന് മിക്സായി വന്നാൽ ലാസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മേലിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടിച്ച് വെക്കാം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടാണ് ഞാൻ പാസ്ത ഉണ്ടാക്കിയെടുക്കൽ. ഈസി റെസിപ്പിയാണ്, പിന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ പാസ്തയെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ട് തന്നെ ബ്രൗണിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 35 മിനിറ്റ്സാണ് ഞാൻ ബ്രൗണിക്ക് ടൈം സെറ്റാക്കി കൊടുക്കൽ. ബ്രൗണി ബേക്ക് ചെയ്യാൻ വെച്ച ടൈമിൽ പെട്ടെന്ന് തന്നെ ഞാൻ മോമോസും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മോമോസിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ പാസ്തയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ആ സെയിം ചിക്കനും പിന്നെ കുറച്ച് ഉള്ളി, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, സോയാ സോസ്, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. മോമോസ് റെഡിയാക്കുന്ന ആ ഒരു ടൈമിൽ ബേക്ക് ചെയ്യാൻ വെച്ച ബ്രൗണി റെഡി ആയിട്ടുണ്ടായിന്. കേക്കെല്ലാം ബേക്ക് ആയിനോന്ന് നോക്കുന്ന അതേപോലെ തന്നെയാണ് ബ്രൗണിയും ബേക്ക് ആയിനോന്ന് ചെക്ക് ചെയ്ത് നോക്കൽ. അങ്ങനെ മോമോസ് എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ട് സ്റ്റീം ചെയ്യാൻ വെച്ച സമയത്ത് കുറച്ച് ഓയിലും കൂടി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്. എല്ലാം റെഡിയായി കഴിഞ്ഞേരം അവർ വരലായി എന്ന് പറഞ്ഞിട്ട് ജുനു വിളിച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പ്ലേറ്റിങ്ങും കൂടി ചെയ്തെടുക്കലാണ്. മോമോസ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സോസും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ചടപടയാക്കിയിട്ട്
എല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ സെറ്റ് ചെയ്തെടുത്ത്. ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്ലേറ്റിംഗ് ചെയ്യാനാണ്. അങ്ങനെ അവർ വരുമ്പോഴത്തേക്ക് തന്നെ ഓൾമോസ്റ്റ് ഞാൻ സെറ്റാക്കി വെച്ച്. ഓൻ്റെ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് വലിയ പ്രതീക്ഷയൊന്നും നിങ്ങൾ വെക്കണ്ട. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.